ഇന്നലെ മുതൽ നടൻ മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ച സംഭവത്തിലാണ് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആക്ഷേപവും രൂക്ഷ വിമർശനവുമായി ഇടത് സൈബർ ഹാൻഡിലുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടത് UDF ആയുധമാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ ടൗൺഷിപ്പ് എന്ന മമ്മൂട്ടിയുടെ പരാമർശം ഉയർത്തിക്കാട്ടിയാണ് UDFന്റെ വിമർശനം. ഇന്നലെയാണ് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ മമ്മൂട്ടി വയനാട്ടിലെത്തിയത്. മമ്മൂട്ടി വന്നതറിഞ്ഞ് ടൗൺഷിപ്പിലേക്ക് എത്തിയ റഫീഖിനോട് മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ചു. മമ്മൂട്ടി ആഗ്രഹിച്ചത് തികച്ചും ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു. അതൊരു സ്വകാര്യ സന്ദർശനം മാത്രമാക്കി നിലനിർത്താൻ മമ്മൂട്ടി നിർദ്ദേശിച്ചിരുന്നു. മമ്മൂട്ടി ചെന്നൈയിൽ നിന്ന് എത്തിയത് ടൗൺഷിപ്പ് കാണാൻ മാത്രമാണെന്നും മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെയായിരുന്നു സന്ദർശനമെന്നും മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ടൗൺഷിപ്പിലേക്ക് വരാൻ ആരോടും മമ്മൂട്ടി ആവശ്യപ്പെട്ടിരുന്നില്ല. CPM നേതാക്കൾ തുടർച്ചയായി മമ്മൂട്ടിയെ അനുഗമിക്കുകയും ജനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തതോടെയാണ് മമ്മൂട്ടി മാറി നിൽക്കാൻ പറഞ്ഞത്. മമ്മൂട്ടി മൈൻഡ് ചെയ്യാതെ ടൗൺഷിപ്പിലൂടെ നടന്നപ്പോൾ അനുഗമിച്ചപ്പോഴാണ് ജില്ലാ സെക്രട്ടറിയോട് അമർഷം തുറന്നു പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കും. മാറി നിന്നാൽ മതി എന്ന് മമ്മൂട്ടി നേരിട്ട് പറഞ്ഞു. ഇത് വലിയ ക്ഷീണമായി പോയി ജില്ലാ സെക്രട്ടറിക്ക്. തന്നോട് ഇതുവരെ ആരും ഇങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. തന്നെ അവഹേളിക്കുകയാണ് ചെയ്തതെന്നാണ് ജില്ലാ സെക്രട്ടറി മറ്റൊരാളിനോട് പറഞ്ഞത്. ഇത് കേട്ട് നിന്ന കോൺഗ്രസ് അനുഭാവികൾ അത് ആഘോഷമാക്കി. ഒന്നാമത് CPMന്റെ ചാനലായ കൈരളിയുടെ ചെയർമാൻ കൂടിയാണ് മമ്മൂട്ടി. അതുകൊണ്ടാണ് ഒരു CPMകാരനാണെന്ന് കരുതി ജില്ലാ സെക്രട്ടറി ഓടിയെത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. ഒട്ടുമിക്ക എല്ലാവരും വിചാരിച്ചിരുന്നത് മമ്മൂട്ടി ഒരു CPMകാരനാണെന്നാണ്. പോരാഞ്ഞ് പഠനകാലത്ത് SFIക്കാരനായിരുന്നു. പക്ഷേ രാഷ്ട്രീയം നോക്കിയല്ല മമ്മൂട്ടി കൈരളിയുടെ ചെയർമാനായത്. അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് മമ്മൂട്ടിയുടെ നിലപാട്. നോഡൽ ഓഫീസർ ഡോക്ടർ അരുണാണ് മമ്മൂട്ടിക്ക് ടൗൺഷിപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദീകരിച്ച് നൽകിയത്. പദയാത്ര സിനിമയുടെ അവസാന ഷെഡ്യൂൾ ചിത്രീകരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹം ടൗൺഷിപ്പ് സന്ദർശിക്കാൻ എത്തിയത്.